താമരശ്ശേരിക്കടുത്ത് അമ്പായത്തോട്ടിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം ചാമ്പലാക്കിയതിൽ ചില മുന്നറിയിപ്പുകളുണ്ട്. ഒന്നാമത്, ജനജീവിതം ദുസ്സഹമാക്കിയ ഫാക്ടറിക്കെതിരെ 5 വർഷമായി ജനങ്ങൾ സമാധാനപരമായി നടത്തിയ സമരം സർക്കാർ പരിഹരിച്ചില്ല. ചൊവ്വാഴ്ചത്തെ ഉപരോധ സമരത്തിനിടെ മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ കടത്തിവിട്ട പോലീസ് നടപടി പ്രകോപനമാവുകയും ചെയ്തു. അതേസമയം ജനം പ്രതിഷേധിക്കുന്നതിനിടെ മുഖംമൂടി ധരിച്ച ഒരു സംഘം ആളുകൾ കുറച്ചകലെയുള്ള ഫാക്ടറിയിൽ കടന്ന് തീയിടുകയും നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും തല്ലി തകർക്കുകയും ചെയ്തത് അത്ര സ്വാഭാവികമെന്ന് കരുതാനാകില്ല. അവഗണിക്കപ്പെടുന്ന സമരങ്ങളിൽ നിക്ഷിപ്ത താൽപര്യക്കാർ നുഴഞ്ഞു കയറിയുവെന്നും അറിയേണ്ടതാണ്. കട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൊഡക്ട്സ് എന്ന കോഴിമാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രം. ജില്ലയിലെ കോഴിക്കടകളിൽ നിന്നുള്ള അഴുകാത്ത അവശിഷ്ടങ്ങൾ എത്തിച്ച് മറ്റുൽപ്പന്നങ്ങളാക്കുന്നതാണ് പ്രക്രിയ. പക്ഷേ 20-30 ടൺ ശേഷിയുള്ള ഇവിടേക്ക് 10 ഇരട്ടി കോഴി അവശിഷ്ടങ്ങൾ എത്തിക്കുന്നുണ്ടെന്നതും കൊണ്ടുവരുന്നത് പഴകിയതാണെന്നുമാണ് പരാതി. കോഴിക്കോട് ജില്ലയിൽ 80 ടൺ മാലിന്യമെങ്കിലും ഒരു ദിവസം ഉണ്ടാകുന്നുണ്ടെന്നാണ് സർക്കാർ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത് 100 ടണ്ണെങ്കിലും ആയിട്ടുണ്ട്. ഫ്രീസർ സംവിധാനമുള്ള വലിയ 3 കണ്ടെയ്നർ വണ്ടികൾ കമ്പനി പുതുതായി റൂട്ടിൽ ഇറക്കുമെന്ന് സർക്കാരിന്റെ PRD അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രായോഗികമായില്ലെന്നാണ് കരുതേണ്ടത്. ദുർഗന്ധം മൂലം പരിസര പ്രദേശത്ത് ജീവിക്കാനാകുന്നില്ലെന്ന് ആരോപിച്ചാണ് താമരശ്ശേരിക്ക് പുറമെ കോടഞ്ചേരി, ഓമശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നുള്ളവരും 5 വർഷമായുള്ള സമരം തുടരുന്നത്. ഇരുതുള്ളിപ്പുഴ മലിനമാകുന്നതും ഫാക്ടറി മൂലമാണെന്നാണ് ആരോപണം. 4 സ്കൂളുകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സമവായ നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ ചൊവ്വാഴ്ച രാവിലെ 10ഓടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉപരോധ സമരം തുടങ്ങി. പോലീസ് തടഞ്ഞതോടെ പിന്മാറിയ സമരക്കാർ 3:30ഓടെ പോലീസ് കടത്തിവിട്ട അറവുമാലിന്യ വാഹനങ്ങൾ തടഞ്ഞു. വാഹനങ്ങൾക്കും പോലീസിന് നേരെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. ഇതിനിടെയാണ് ഒരുപറ്റം മുഖംമൂടിധാരികൾ ഫാക്ടറിക്കും വാഹനങ്ങൾക്കും തീയിട്ടത്. ഫയർഫോഴ്സിനെയും സമരക്കാർ തടഞ്ഞു. റൂറൽ SP-യും താമരശ്ശേരി CA-യും അടക്കം 15-ലധികം പോലീസുകാർക്കും 30 നാട്ടുകാർക്കും പരിക്കുണ്ട്. 321 പേർക്കെതിരെ കേസെടുത്തു. സമാധാനപരമായ സമരത്തിനിടെ 2013 നവംബറിൽ താമരശ്ശേരി അടിവാരം കാരാടിയിൽ ബാറ് കത്തിച്ച സംഭവത്തിന് ഇതുമായി സാമ്യമുണ്ട്. അന്നും മുഖംമൂടി ധരിച്ചവരാണ് വാഹനങ്ങൾക്കും ബാറിനും തീയിട്ടത്. സംഭവത്തിൽ SDPI പ്രവർത്തകർ പിടിയിലായിരുന്നു. ഇത്തരം കൊള്ളിവെപ്പുകൾ അനുവദിക്കാനാകില്ല. കേരളത്തിലെ സാധാരണക്കാർക്ക് താരതമ്യേന താങ്ങാവുന്ന വിലയിൽ കിട്ടുന്നതും ഏറ്റവും അധികം ഹോട്ടൽ വിഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ചിക്കനാണ്. ഇതിന്റെ മാലിന്യ സംസ്കരണം ഒഴിവാക്കാനാകില്ല. അതേസമയം ജനങ്ങളെ ദ്രോഹിക്കാത്ത വിധം അത് നിർവഹിക്കുകയും വേണം. പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാലും മലിനീകരണ നിയന്ത്രണ ബോർഡും പ്രാദേശിക ഭരണകൂടങ്ങളും നിഷ്പക്ഷമായും കാര്യക്ഷമമായും നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വർഷങ്ങളോളം തങ്ങളുടെ ദുരിതങ്ങൾ അക്കമിട്ട് പറഞ്ഞ് ജനങ്ങൾ നടത്തിയ സമാധാനപരമായ സമരമാണ് ഇപ്പോൾ ആളിപ്പടർന്നിരിക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആശമാരുടെ സമരം പോലും അവഗണിച്ചും അവഹേളിച്ചും ചവിട്ടിയരയ്ക്കുന്ന പാർട്ടികൾക്കും സർക്കാരുകൾക്കും താമരശ്ശേരിയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഈ മാലിന്യ സംസ്കരണ ഫാക്ടറി ആയിരക്കണക്കിന് മനുഷ്യർക്കുള്ള വായുവും വെള്ളവും മലിനമാക്കുന്നെങ്കിൽ അതെന്ത് മാലിന്യ സംസ്കരണമാണെന്ന് അറിയണം. കോടതികൾക്കും ജനാധിപത്യ മാർഗങ്ങൾക്കും മുകളിൽ തീയിടുന്നവരുടെ മുഖംമൂടി അഴിച്ചു മാറ്റുകയും ചെയ്യണം.